സ്വന്തം മണ്ഡലമായ ധർമ്മടത്താണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണം. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി ധർമ്മടത്ത് പുറത്തിറക്കും. UDF-നായി രാഹുൽ ഗാന്ധി മലപ്പുറത്തും പാലക്കാട് ജില്ലകളിലും അതുപോലെ പ്രിയങ്ക ഗാന്ധി കണ്ണൂരിലും ഇന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ മഞ്ചേശ്വരത്തെ പ്രചാരണത്തിന് ഇന്ന് K. അണ്ണാമലൈ മഞ്ചേശ്വരത്ത് എത്തുന്നുണ്ട്. ദീപക് തർമ്മടം വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ദീപക് തെരഞ്ഞെടുപ്പ് രംഗം? വിളിക്കോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ മലബാറിൽ നിന്നും കൂടുതൽ സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളത് ഈ മൂന്ന് മുന്നണികളുടെയും ലക്ഷ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുമുന്നണിക്ക് മലബാറിലുള്ള മേൽക്കൈ നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിലേറ്റവും അവസാനത്തെ ശ്രമം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കലാണ്. അതായത് നേരത്തെ പ്രകടന പത്രിക പുറത്തിറക്കി. ജനപ്രിയമായൊരു പ്രകടന പത്രികയാണ് രണ്ട് മുന്നണികളുടെയും ഭാഗത്തുനിന്ന് വന്നത്. എന്നാൽ വെറും ഗ്യാരണ്ടി അല്ല, പറഞ്ഞ വാക്കുകളെല്ലാം നടപ്പിലാക്കി 10 വർഷം പിണറായി വിജയൻ്റെ സർക്കാർ, ഇടതുമുന്നണി സർക്കാർ, ആ നിലയിലുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചതെല്ലാം പൂർത്തീകരിച്ചു എന്നുള്ള പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കാൻ പോകുന്നത്. നമ്മൾ അല്പസമയത്തിനകം അവിടെ എത്തും SKN. ആ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ലക്ഷ്യം ഗ്യാരണ്ടികൾ വെറുതെയല്ല, എല്ലാം പറഞ്ഞ് നടപ്പിലാക്കി എന്നുള്ളതാണ്. ഒരുപക്ഷെ UDF-ന്റെ പുതിയ പ്രചരണം ക്ലച്ച് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. സോഷ്യൽ മീഡിയയിലും മറ്റു പരസ്യത്തിലുമൊക്കെയുള്ള പ്രചരണം അതിനെ കൃത്യമായി കൗണ്ടർ ചെയ്യലായിരിക്കും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ലക്ഷ്യമിടുന്നത്. മാത്രവുമല്ല എണ്ണി പറഞ്ഞുകൊണ്ട് ഇന്നേ കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന് പറയാൻ സാധിക്കും. മറ്റൊന്ന്, UDF-ന്റെ പ്രധാന നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ, പ്രിയങ്ക ഗാന്ധി ഇന്ന് കണ്ണൂരിൽ പ്രചരണത്തിനിറങ്ങുന്നു. KPCC അധ്യക്ഷൻ, പ്രത്യേകിച്ചും സണ്ണി ജോസഫ് അവിടെ KK ശൈലജയുമായാണ് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണം നിർണായകമാണ്. പ്രിയങ്ക ഗാന്ധി ഇറങ്ങുന്നു. മറ്റൊന്ന്, ഈ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം പാലക്കാട് നടക്കുന്നു. ഈ രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മലബാറിൽ കാലത്തു തന്നെ പ്രചരണത്തിനിറങ്ങുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NDA മലബാറിൽ നിന്നും മഞ്ചേശ്വരം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അവിടെ K. സുരേന്ദ്രൻ്റെ പ്രചരണത്തിന് വേണ്ടി അണ്ണാമലൈ ഇറങ്ങുന്നു. അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് മുന്നണിയുടെയും പ്രധാന നേതാക്കൾ ഇന്ന് മലബാറിൽ കേന്ദ്രീകരിക്കുന്നു. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ റോഡ് ഷോ ഇന്ന് മണ്ഡലത്തിൽ നടക്കുകയുമാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം കഴിഞ്ഞ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. റോഡ് ഷോയിലൂടെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം നിന്നുള്ള അവസാനവട്ട പ്രചരണത്തിലാണ് പ്രധാന നേതാക്കളെ ഇറക്കി മലബാറിൽ നടത്തുന്നത്. SKN. താങ്ക് യു ദീപക് തർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.